വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എന്നതാണ് UDFന്റെ ലക്ഷ്യമെന്ന് AP അനിൽകുമാർ MLA. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനം പൂർണ്ണമായും പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒന്നാം ഘട്ടം പൂർണ്ണമായി ഇതിനകം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ 263 ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റി ഫോർമേഷൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഞങ്ങൾ നിയോജകമണ്ഡലം തലത്തിലുള്ള നേതാക്കളുടെ UDF തല നേതാക്കളുടെ യോഗം, പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കളുടെ യോഗം, അത് കഴിഞ്ഞ് ഏതാണ്ട് 59 ബൂത്തുകൾ ഇത്തവണ കൂടുതലാണ്. പക്ഷെ ഇതിനകത്ത് തന്നെ 263 ബൂത്തുകളിലും ഞങ്ങൾ UDFന്റെ ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഏത് സമയത്താണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ആ ദിവസം തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ തന്നെ ഈ 263 ബൂത്തുകളിലും UDFന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ പാർട്ടി UDF ശക്തമാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനും വിജയം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുവാൻ കഴിയും. നേതൃസ്ഥാനത്തിരിക്കുന്നവരെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. താഴെത്തട്ടിലിരിക്കുന്ന ആർക്കും ഇതിൽ പങ്കില്ലെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ എല്ലാ വിഭാഗം നേതാക്കളെയും ഒരുമിപ്പിച്ച് നിർത്തി പാർട്ടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. തീർച്ചയായിട്ടും മിഷൻ 2025 ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ 3-4 വർഷക്കാലമായി KPCC അധ്യക്ഷനായിരുന്ന, ഇന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമായി മാറിയ ശ്രീ K. സുധാകരന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തീർച്ചയായിട്ടും കൂടുതൽ ശക്തിയോടുകൂടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതായിരിക്കും കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ പ്രഥമ ലക്ഷ്യം. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.